ഡോക്ടർ ഗോപിനാഥ് ഡയഗ്നോസ്റ്റിക് സർവീസസ് വിജയമുദ്രകൾ. പരിപാടിയുടെ പ്രായോജകർ ഡോക്ടർ ഗോപിനാഥ് ഡയഗ്നോസ്റ്റിക് സർവീസസ് മെഡിക്കൽ കോളേജ്. എങ്ങോട്ടാ കാലത്തെ തിരക്കിട്ട്? ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യാൻ ഡോക്ടർ ഗോപിനാഥ് ഡയഗ്നോസ്റ്റിക് സർവീസസിലേക്ക്. NABL ISO അംഗീകാരത്തോടെ രോഗനിർണയ രംഗത്ത് അന്തർദേശീയ നിലവാരത്തിൽ ഡോക്ടർ ഗോപിനാഥ് ഡയഗ്നോസ്റ്റിക് സർവീസസ് തിരുവനന്തപുരം. അൾട്രാസൗണ്ട് സ്കാനിംഗിൽ റെഫറൽ സെന്റർ. 10 ലക്ഷത്തിലേറെ സ്കാനിംഗ്. ലബോറട്ടറി പരിശോധനയിൽ 25 വർഷത്തെ പാരമ്പര്യം. ഗുണമേന്മ, സേവന മികവ് എന്നിവ ഞങ്ങളുടെ പ്രത്യേകത. എങ്ങോട്ടാ കാലത്തെ തിരക്കിട്ട്? ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യാൻ ഡോക്ടർ ഗോപിനാഥ് ഡയഗ്നോസ്റ്റിക് സർവീസസിലേക്ക്. NABL ISO അംഗീകാരത്തോടെ രോഗനിർണയ രംഗത്ത് അന്തർദേശീയ നിലവാരത്തിൽ ഡോക്ടർ ഗോപിനാഥ് ഡയഗ്നോസ്റ്റിക് സർവീസസ് തിരുവനന്തപുരം. അൾട്രാസൗണ്ട് സ്കാനിംഗിൽ റെഫറൽ സെന്റർ. 10 ലക്ഷത്തിലേറെ സ്കാനിംഗ്. ലബോറട്ടറി പരിശോധനയിൽ 25 വർഷത്തെ പാരമ്പര്യം. ഗുണമേന്മ, സേവന മികവ് എന്നിവ ഞങ്ങളുടെ പ്രത്യേകത. വിജയമുദ്രകൾ. ബിസിനസ് വ്യവസായ രംഗത്ത് വിജയം കൈവരിച്ച പ്രമുഖർ പങ്കെടുക്കുന്ന പരിപാടി വിജയമുദ്രകൾ. വിജയമുദ്രകളിലൂടെ അവരുടെ വിജയവഴികൾ നമുക്ക് കേൾക്കാം. വിജയമുദ്രകൾ. വിജയമുദ്രകളിൽ ഇന്ന് തന്റെ വിജയാനുഭവങ്ങൾ പങ്കിടുന്നത് അസറ്റ് ഹോംസ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ വി സുനിൽകുമാർ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ശ്രീ ഇടപ്പഴിഞ്ഞി രാധാകൃഷ്ണൻ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് രംഗത്ത്, പാർപ്പിട നിർമ്മാണ രംഗത്ത് ഇന്ന് ധാരാളം ബിൽഡേഴ്സിനെ നമുക്ക് കാണാൻ കഴിയും. അതിൽ പ്രശസ്തമായൊരു ബിൽഡറാണ് അസറ്റ് ഹോംസ്. അസറ്റ് ഹോംസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ വി സുനിൽകുമാറാണ് ഇന്ന് വിജയമുദ്രകളുടെ നമ്മുടെ അതിഥി. അദ്ദേഹത്തെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ സന്തോഷമുണ്ട്. നമസ്കാരം ശ്രീ സുനിൽകുമാർ. നമസ്കാരം. വളരെ സന്തോഷത്തിലാണ്, കാരണം നിങ്ങളുടെ വാർഷികം കൂടിയാണല്ലേ ഇപ്പോഴേ? ഞങ്ങളൊരു വാർഷികാഘോഷം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ എത്ര വർഷമായി അസറ്റ് ഹോംസ് എന്നുള്ള പേരിൽ ഞങ്ങൾ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇപ്പോൾ 9 വർഷം പൂർത്തീകരിച്ചു. നമ്മൾ പഠിച്ചിറങ്ങിയ ഒരു ജോലി, നമ്മൾ മനസ്സിലാക്കിയ ഒരു തൊഴിൽ പ്രാവർത്തികമാക്കുന്നതിൻ്റെ സന്തോഷം കൂടി ഈ അസറ്റ് ഹോംസ് എന്ന സ്ഥാപനത്തിൻ്റെ വിജയത്തിൻ്റെ പുറകിൽ നമുക്കെല്ലാവർക്കും ഉണ്ട്. ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് രംഗത്ത് വിജയിക്കാനായിട്ട് താങ്കൾക്ക് കഴിഞ്ഞു. അസറ്റ് ഹോംസ് എന്നുള്ള ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. വിജയത്തിൻ്റെ പിന്നിലുള്ളത് എന്തെല്ലാം കാര്യങ്ങളായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്? വ്യക്തമായിട്ടൊരു ലക്ഷ്യബോധത്തോടുകൂടിയുള്ള പ്രവർത്തനം ഏത് ബിസിനസ്സിൻ്റെയും വിജയത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഒപ്പം തന്നെ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു നേതാവും അതിനോടൊപ്പം പ്രവർത്തിക്കാവുന്ന ഒരു ടീമും. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ വാഗ്ദാനം ചെയ്യുന്നതെല്ലാം നടപ്പിലാക്കും എന്നുള്ളത് തീർച്ചയാണ്, അല്ലേ? അല്ല, കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിൽ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് എന്താണോ അത് നടപ്പിലാക്കാനുള്ള ശേഷി ഉണ്ടാവണം. ഒപ്പം നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നത് മാത്രമേ വാഗ്ദാനം ചെയ്യാൻ പാടുള്ളൂ എന്നുകൂടി മനസ്സിലാക്കിയിട്ടിരിക്കുന്നു. അങ്ങനെയുള്ളതേ ചെയ്യുള്ളൂ. അതെ 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 അതെ. ഈ പാർപ്പിട നിർമ്മാണ രംഗവുമായിട്ടാണ് നമ്മൾ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്കൊരു ഗാനം കൊടുക്കാം. അപ്പോൾ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണ്? വീടും കെട്ടിടവുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ ഒരുപാട് ഗാനങ്ങൾ മലയാള ചലച്ചിത്ര ഗാന രംഗത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാൽ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും മനസ്സിലുള്ളൊരു സ്വപ്നം എന്ന് പറയുന്നത് വീട് എപ്പോഴാണ് ഒരു കുടുംബമായി മാറുന്നത്, അല്ലെങ്കിൽ ഒരു ഹൗസ് എപ്പോഴാണ് ഒരു ഹോമായി മാറുന്നത് എന്നുള്ളൊരു അനുഭവമായിരിക്കും. അച്ചുവേട്ടൻ്റെ വീട് എന്ന ഒരു പഴയ സിനിമയിൽ, എനിക്ക് തോന്നുന്നു നെടുമുടി വേണു അഭിനയിച്ച സിനിമയാണ്. അതിൽ രമേശ് നായർ സാർ എഴുതിയൊരു അതിമനോഹരമായൊരു ഗാനമുണ്ട്, ചന്ദനം മണക്കുന്ന പൂന്തോപ്പ് എന്നുള്ളൊരു ഗാനം. ഏറ്റവും ആക്റ്റ് ആയിട്ടുള്ള ഗാനം. ആ ഗാനം നമുക്ക് കേൾക്കാം. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രികമെഴുകിയ മണിമുറ്റം, ഉമ്മറത്തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം, ഹരിനാമജപം. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രികമെഴുകിയ മണിമുറ്റം, ഉമ്മറത്തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം, ഹരിനാമജപം.
കിണറ്റിൽ കുളിർ വെള്ളത്തോട് മുത്തും പളുങ്കും തോൽക്കേണം. മുറ്റത്തു കിണറ്റിൽ കുളിർ വെള്ളത്തോട് മുത്തും പളുങ്കും തോൽക്കേണം. കാലികൾ കുടമണിയാട്ടുന്ന തൊഴുത്തിൽ കാലം വിടുപണി ചെയ്യണം. സൗന്ദര്യം മേൽക്കൂരമേയുമീ വീട്ടിൽ സൗഭാഗ്യം പിച്ച വച്ചു നടക്കേണം. സൗന്ദര്യം മേൽക്കൂരമേയുമീ വീട്ടിൽ സൗഭാഗ്യം പിച്ച വച്ചു നടക്കേണം. മക്കളീ വീട്ടിൽ മയിൽപ്പീലി മെത്തയിൽ മൈഥിലിമാരായി വളരേണം. മക്കളീ വീട്ടിൽ മയിൽപ്പീലി മെത്തയിൽ മൈഥിലിമാരായി വളരേണം. അവരുടെ സ്വയംവര പന്തലൊരുക്കാൻ കലയും കമലയും പോരേണം. വരദാനം പൂക്കളമെഴുതുമീ വീട്ടിൽ വസന്തങ്ങൾ താലമേന്തി നിൽക്കേണം. വരദാനം പൂക്കളമെഴുതുമീ വീട്ടിൽ വസന്തങ്ങൾ താലമേന്തി നിൽക്കേണം. മണക്കുന്ന പൂന്തോട്ടം ചന്ദ്രികമെഴുകിയ മണിമുറ്റം ഉമ്മറത്തമ്പിളി നിലവിളക്ക് ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം ഹരിനാമജപം. ഇന്ന് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ധാരാളം പേര് കടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഉപജീവനമായിട്ട് കാണുന്നവരും കൂടുതലുണ്ട്. അതുകൊണ്ട് വളരെയധികം പ്രശ്നങ്ങളും ഈ രംഗത്തുനിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം കബളിപ്പിക്കൽ നടക്കുന്നുണ്ട്. ക്വാളിറ്റി കുറഞ്ഞ വീടുകൾ നിർമ്മിച്ച് വിൽക്കുന്നുണ്ട്. ഒരു ബിസിനസ്, ഒരു മോശമായ ബിസിനസ്സും ഈ രംഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ അസറ്റ് ഹോംസ് നോക്കിക്കാണുന്നു? കേരളത്തിൽ ഇന്ന് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി നിലവിൽ വന്നിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ പ്രവർത്തനത്തോടു കൂടിയിട്ട് നിർമ്മാണ രംഗത്ത് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തോടുകൂടി, കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയോടുകൂടി, കൃത്യമായിട്ടുള്ള സമയബന്ധിതമായിട്ടുള്ള പരിപാടികളോടുകൂടി പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് മാത്രമേ പിടിച്ചു നിൽക്കുന്നതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു കൺസ്യൂമറിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കസ്റ്റമറിന് ഒരു നല്ല ഗാനവും കൂടെ കൊടുത്താലോ? ഏത് ഗാനം? ഒരു മിന്നാമിനിയുടെ നുറുങ്ങുവട്ടം എന്ന ചിത്രത്തിൽ ഉള്ളൊരു മനോഹരമായ ഗാനം, പൂ വേണം പൂപ്പട വേണം, അതൊന്ന് കേട്ടാലോ? നല്ല നല്ല പാട്ട്, ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെടട്ടെ. പൂവേണം പൂപ്പട വേണം പൂവിലി വേണം പൂണാരം ചാട്ടിയ കന്നി പൂമകൾ വേണം. പൂവേണം പൂപ്പട വേണം പൂവിലി വേണം പൂണാരം
ചാർത്തിയ കന്നിപ്പൂമകൾ വേണം. കുന്നത്തെ കാവിൽ നിന്നും തേവരുതാഴെ എഴുന്നള്ളുന്നേ, കോലോലം മഞ്ചൽ മൂളിപ്പോരുന്നുണ്ടേ, മൂളിപ്പോരുന്നുണ്ടേ. പൂവേണം, പൂപ്പട വേണം, പൂവിളി വേണം, പൂണാരം ചാർത്തിയ കന്നിപ്പൂമകൾ വേണം. പൂവെള്ളും പുന്നെല്ലും ചോഴിക്കും മക്കൾക്കും തായു. നാഴിപ്പൂവെള്ളും പുന്നെല്ലും ചോഴിക്കും മക്കൾക്കും തായു. നാവോറ് പാടണ കന്നി മൺകുടവും വീണയുമായി, നീ എന്തേ വന്നില്ല, പൊന്നോണം പോയല്ലോ. പൂവേണം, പൂപ്പട വേണം, പൂവിളി വേണം, പൂണാരം ചാർത്തിയ കന്നിപ്പൂമകൾ വേണം. വാളും ചിലമ്പും കലമ്പി വാതിൽ പടിക്കൽ വന്നാർത്തു. വാളും ചിലമ്പും കലമ്പി വാതിൽ പടിക്കൽ വന്നാർത്തു. ഉണ്ണികളെ തേടി വരുന്നു ഉള്ളുരുകും കാവിലയമ്മേ, നീ വാഴും കാവിന് തീ വെച്ചതാരുന്നോ. ഒരു പിടിയവിലിനു വെറുമൊരു മലരിനു വെയിലിതു മുഴുവനുമേൽക്കണതാരോ. ആയില്ല കാവിലു വേലേം പൂരവുമുണ്ടേ, നീ എന്റെ കുഞ്ഞിക്കുയിലെ കൂടെ വരില്ലേ. ഇല്ലെന്നോ മിന്നും പൊന്നും കൈവളകാതില ചാർത്താനെന്നോ, പൊട്ടെന്തിനു പൊന്നല്ലേ നീ പൊൻകുടമല്ലേ, എന്റെ പൊൻകുടമല്ലേ. പൂവേണം, പൂപ്പട വേണം, പൂവിളി വേണം, പൂണാരം ചാർത്തിയ കന്നിപ്പൂമകൾ വേണം. അസറ്റ് ഹോംസ് ധാരാളം പദ്ധതികളൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏതെല്ലാം പ്രോജക്റ്റുകളാണുള്ളത്? അല്ല, അസറ്റ് ഹോംസിൻ്റെ ടാഗ്ലൈൻ തന്നെ ദ റെസ്പോൺസിബിൾ ബിൽഡർ എന്നുള്ളതാണ്. സമൂഹത്തോടും പ്രതിബദ്ധതയുള്ളവരായിരിക്കുക എന്ന അടിസ്ഥാന ആശയത്തെ മുറുകെ പിടിക്കുന്ന രീതിയിലുള്ള സോഷ്യൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പല ആക്ടിവിറ്റീസും അസറ്റ് ഹോംസ് നടപ്പിലാക്കാറുണ്ട്. പലപ്പോഴും ഇത്തരം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ടിവിറ്റീസ് അതിൽ മുടക്കുന്ന പണത്തേക്കാൾ ഉപരി അതിൽ അടങ്ങിയിരിക്കുന്ന ആശയങ്ങളുടെ ഗാംഭീര്യത്തെ കൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അതിനാണ് വാല്യൂ. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അസറ്റ് ഹോം സംഘടിപ്പിച്ചു വരുന്ന ബിയോണ്ട് സ്ക്വയർ ഫീറ്റ് എന്ന ഒരു പ്രഭാഷണ പരമ്പര, അത് വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ, വേൾഡ് ഹാബിറ്റാറ്റ് ഡേ, വേൾഡ് വാട്ടർ ഡേ ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ നഗരങ്ങളിൽ വെച്ചിട്ട് ലോകപ്രശസ്തരായിട്ടുള്ള ഇത്തരം ഫീൽഡുമായി ബന്ധപ്പെട്ട എഞ്ചിനീയേഴ്സോ ആർക്കിടെക്ട്സോ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞരെയോ കൊണ്ട് നമ്മൾ നടത്തുന്ന ഇത്തരം ടോക്കുകളിൽ വർദ്ധിച്ചു വരുന്ന ഒരു പാർട്ടിസിപ്പേഷൻ ഞങ്ങൾക്ക് വളരെ പ്രചോദനമാണ്. അതിപ്പോൾ എവിടെയൊക്കെ നടത്താറുണ്ട്? അസറ്റ് ഹോംസിൻ്റെ ബിയോണ്ട് സ്ക്വയർ ഫീറ്റ് എന്ന പ്രോഗ്രാം ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്തും തൃശ്ശൂരും
കൊച്ചിയിലും പല പ്രാവശ്യമായിട്ട് സംഘടിപ്പിക്കുകയുണ്ടായി. ഈ പ്രഭാഷണ പരമ്പരകളിലെല്ലാം തന്നെ ഞങ്ങൾ സംവദിപ്പിക്കുന്ന ആശയം എന്ന് പറയുന്നത് നമ്മളെങ്ങനെ നമ്മുടെ പ്രകൃതിയോട് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിനോട് ഉത്തരവാദിത്തമുള്ളവരായി ഇരിക്കാം എന്നുള്ളത് തന്നെയാണ്. ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള വികസനം. നല്ല പാർട്ടിസിപ്പേഷൻ കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് പട്ടത്തുള്ള ശ്രീ ഉത്രാടം തിരുനാൾ ആശുപത്രിയുമായി സഹകരിച്ചുകൊണ്ട് ട്രീധൻ എന്നൊരു ക്യാമ്പയിൻ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് അവിടെ ജനിക്കുന്ന ഓരോ പെൺകുട്ടിക്കും ഒരു തേക്കിൻ തൈ ആദ്യത്തെ സമ്മാനമായിട്ട് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അസറ്റ് ഹോംസ് നടപ്പിലാക്കുന്നത്. പെൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. അത് അല്ല, ഇപ്പം ഈ വളരെ അടുത്ത കാലത്ത് നമ്മളൊരു ലഡ്കി ബച്ചാവോ ആന്തോളൻ എന്നുള്ള രീതിയിലുള്ള പ്രോഗ്രാം എല്ലാം വന്നതിനോട് ബന്ധപ്പെട്ട് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് ഞങ്ങളത് സംഘടിപ്പിച്ചത്. ഒപ്പം തന്നെ ഒരു പ്രകൃതി സ്നേഹവും, അതായത് ഒരു പെൺകുട്ടി ജനിച്ച് ഭൂമിയിലേക്ക് വരുമ്പോൾ അവൾക്ക് ആദ്യമായി ലഭിക്കുന്ന സമ്മാനം ഒരു വൃക്ഷത്തൈ ആയിരിക്കുക എന്നുള്ള ഒരാശയമാണ് ഞങ്ങളതിനകത്ത് പങ്കുവയ്ക്കാൻ ശ്രമിച്ചത്. അതും വളരെ സഹർഷം ജനസാമാന്യം സ്വീകരിച്ച ഒരു പ്രൊജക്റ്റായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. എത്ര വർഷമായി നടപ്പിലാക്കാൻ തുടങ്ങിയിട്ട്? ഏകദേശം 6 മാസമായിട്ട് ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും വീട് സന്ദർശിച്ചോ? എല്ലാ വീടുകളിലും ഇത് ഇവർ കൊണ്ടുപോകുന്ന മരം എല്ലാവരും അവരവരുടെ വീട് ആദ്യമായിട്ട് കിട്ടുന്ന സമ്മാനമല്ലേ, എല്ലാ വീടുകളിലും ഇത് വെച്ച് പിടിപ്പിക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അസറ്റ് ഹോംസിന് തീർച്ചയായിട്ടും ഒരു 10-15 വർഷം കഴിയുമ്പോഴേ ആ പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് ആ സമയത്ത് ഈ വൃക്ഷം കാണാൻ കഴിയൂല്ലേ? തീർച്ചയായിട്ടും. വൃക്ഷം എനിക്ക് തോന്നുന്നു അന്നത്തേക്ക് ഇത്തരം വൃക്ഷങ്ങൾ വെട്ടിമുറിക്കാതിരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നല്ല ഒരു ഐഡിയ ആണ് ഈ ആശയം. തീർച്ചയായിട്ടും അസറ്റ് ഹോംസിന്റെ മറ്റുള്ള ബിൽഡേഴ്സിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒരു ആശയം തന്നെയാണ്. അപ്പം നമുക്ക് അതിനനുസരിച്ച് ഒരു നല്ല പാട്ടും കൂടെ ശ്രോതാക്കൾ കേൾക്കട്ടെ. ഈ വളരെ അടുത്ത കാലത്ത് ഒരു പുതിയ ചലച്ചിത്ര ഗാനം, ഒരു പുതിയ സിനിമയിലെ ഗാനം, ഒരുപാട് പഴമയെ നമുക്ക് മനസ്സിലേക്ക് ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനം കേട്ടായിട്ട് തോന്നുന്നു. ഹേമന്തമെൻ കൈക്കുമ്പിളിൽ തൂവുന്നിലാപ്പൂവീ പൂങ്കാറ്റ് പോ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ കിളിപാടുന്ന പാട്ടെൻ്റെ കാതിൽ കളിയോതുന്ന നിൻ വാക്കുപോലെ അതിലോലം അനുരാഗം തേന്മാരിയ നിന്റെ മൗനവും മൊഴിഴത്തുള്ളിയേകവേ എന്നും ഈ വഴി കനവോടു കാത്തിരുന്നു ഞാൻ. എൻ നിമിഷങ്ങളാനന്ദ ശലഭങ്ങളാ ഇന്നലയുന്നു നിന്നോർമ്മയാകെ നെഞ്ചിന്നു ഞാളി മെല്ലെ നിന്നെ എന്നും താരാട്ടാമോമൽ പൂവേ. ഹേമന്തമെൻ കൈക്കുമ്പിളിൽ തൂവുന്നിലാപ്പൂ നീ. സനി സ പമ പമ ഗരി സരി തിരിമിന്നിടുന്ന പോ മെല്ലെ വന്നു നീ ചിരിമ
തേന്മലരാദ്യമേകവേ നിൻ ശിശിരങ്ങളില പെയ്ത പുലവേളയിൽ ഞാൻ മഴവില്ലിനിതളായി മാറി മിന്നൽ കൺചെമ്മും താരം പോലെ എന്നിൽ ചേരാമോ എന്നും കണ്ണേ ഹേമന്തമൻ കൈക്കുമ്പിളിൽ തൂവുന്നിലാപ്പൂ നീ പൂങ്കാറ്റ് പോ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ കിളിപാടുന്ന പാട്ടെൻ്റെ കാതിൽ കളിയോതുന്ന നിൻ വാക്കുപോലെ അതിലോലം അനുരാഗം തേന്മാരിയ SCT-യുമായിട്ട് കൈകോർത്ത് പുതിയ ഏതൊരു നൂതന പദ്ധതിയും കൂടെ നടപ്പിലാക്കുകയല്ലേ? ഉത്രാടം തിരുനാൾ ഹോസ്പിറ്റലിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അസറ്റ് ഹോംസ് കൂടി പങ്കാളിയാവുന്ന ധാരണാപത്രം ഒപ്പിട്ട ദിവസം കൂടിയാണെന്ന്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഹൗസിംഗ് ആൻഡ് മെഡിക്കൽ രംഗത്ത് നടപ്പിലാക്കുന്നതിന് തുടക്കമാണിത്. അതായത് SUT ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശം അവരുടെ കയ്യിൽ പൊസഷനുള്ള ഏകദേശം 2 ഏക്കറോളം വരുന്ന സ്ഥലത്ത് വളരെ ലോകോത്തര നിലവാരം പുലർത്തുന്ന ഭവന സമുച്ചയവും അതോടൊപ്പം തന്നെ വലിയ ഒരു ഔട്ട് പേഷ്യൻ്റ് ഇൻപേഷ്യൻ്റ് വിഭാഗങ്ങൾക്കായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റിയും ഒന്നിച്ച് നിർമ്മാണം തുടങ്ങുന്നതിനുള്ള ഒരു ധാരണാപത്രമാണ് ഞങ്ങൾ ഒപ്പിട്ടിരിക്കുന്നത്. ഇതൊരു പട്ടം ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് പട്ടം ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഭവമായിരിക്കും. അതുകൊണ്ട് തന്നെ അടുത്തൊരു 30 മാസങ്ങൾക്ക് ശേഷം ഈ പദ്ധതി പൂർത്തീകരിക്കപ്പെടുമ്പോൾ അത് തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഭവന പദ്ധതികളിൽ അല്ലെങ്കിൽ ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളിൽ ഒരു നല്ല തിളക്കമാർന്ന നാമമായിട്ട് മാറും എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതിൽ നമ്മൾ 2 കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഒരു ലോകോത്തര നിലവാരത്തിലുള്ള ആരോഗ്യ സംരക്ഷണ സൗകര്യവും ഒപ്പം തന്നെ ലോകോത്തര നിലവാരം പുലർത്തുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല ബ്രാൻഡുകളുടെ സമ്മേളനം ഉൾക്കൊള്ളുന്ന ഭവന സമുച്ചയവുമാണ് ഇതിനകത്ത് ഉൾക്കൊള്ളുന്നത്. എന്താണ് ഈ കസ്റ്റമേഴ്സിനുള്ള ആനുകൂല്യം? എന്താണ് വില കൂടിയ വില്ലകളാണോ, വില്ലയാണോ, അതോ ഫ്ലാറ്റ് സമുച്ചയമാണോ? അല്ല, ഇതൊരു സ്കൈ വില്ല എന്നുള്ളൊരു പുതിയൊരു കോൺസെപ്റ്റാണ് ഞങ്ങളവിടെ അവതരിപ്പിക്കുന്നത്. അതായത് അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങൾ തന്നെ പലപ്പോഴും ഒരുപാട് ഭിത്തികൾ പരസ്പരം ഷെയർ ചെയ്യുന്ന ഭിത്തികളായിരിക്കും. എന്നാൽ ഈ പട്ടയത്ത് വരുന്ന ഞങ്ങളുടെ ഈ ഗ്രാൻഡ് കോർട്ട്യാർഡ് ഓഫ് ട്രാവൻകൂർ എന്ന ഈ പ്രൊജക്റ്റിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ഷെയർ ചെയ്യപ്പെടുന്ന ഭിത്തികളില്ല എന്നുള്ളതാണ്. അത് ഒപ്പം തന്നെ ആ ലൊക്കേഷൻ, ആ പരിസരം, ആ സ്ഥലം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു വാല്യൂ അതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുമല്ലോ. അതുകൊണ്ട് തന്നെ സാധാരണ ഫ്ലാറ്റുകളിൽ നിന്ന് കുറച്ചുകൂടെ വില കൂടിയ ഭവനങ്ങളായിരിക്കും അവിടെ നിർമ്മിക്കപ്പെടുക. അതിൻ്റെതായ പ്രത്യേകതയുണ്ട് അല്ലേ? അതിനനുസരിച്ചുള്ള വിലയും കൊടുക്കണം. ഇന്നിപ്പം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മേഖലയെ നമ്മൾ നോക്കിക്കാണുമ്പോൾ വളരെ രസകരമായ കാഴ്ചകളാണ്. സമൂഹത്തിലെ ഒരു മേഖലയിൽ നിന്നും പ്രോത്സാഹനം ലഭിക്കാത്തതും എന്നാൽ എല്ലാ മേഖലകളിൽ നിന്നും വിമർശനങ്ങൾ ഏൽക്കുന്നതുമായ ഒരു വിഭാഗമാണ് പാർപ്പിട നിർമ്മാണ രംഗത്തുള്ളവർ. എത്ര സുതാര്യമായാലും ജനങ്ങൾക്കിടയിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്നുള്ള ഒരു ഇമേജാണ് ഉണ്ടാകുന്നത്. ഇതിനെ എങ്ങനെ നോക്കിക്കാണും? നടപ്പിലാക്കാൻ കഴിയാവുന്ന കാര്യങ്ങൾ മാത്രം വാഗ്ദാനം ചെയ്യുകയും നമുക്ക് വാഗ്ദാനം കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നൊരു സമീപനം കൃത്യമായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരമൊരു ദുഷ്പേര് ഒഴിവാക്കുന്നതിന് വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ രംഗത്ത് ഇന്നിപ്പം ഈ പാർപ്പിട നിർമ്മാണ രംഗത്തുള്ള വെല്ലുവിളികൾ കേരളത്തിലെ നല്ല ഇന്ത്യയിലെ തന്നെ നിർമ്മാണ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികളുടെ കുറവാണ്. വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികളുടെ കുറവുകൊണ്ട് 2 അപകടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടരഹിതമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ്, വർക്കിംഗ് എൻവയോൺമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. രണ്ടാമതായിട്ടുള്ള പ്രശ്നം ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു തൊഴിൽ കൾച്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. റിയൽ എസ്റ്റേറ്റ് ബിൽഡേഴ്സിന് ഇനിയുള്ള സാധ്യതകൾ എന്തൊക്കെ? നിർമ്മാണ മേഖലയിൽ കേരളത്തിൽ ഇപ്പോഴും ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വരുവാനായിട്ടുണ്ട്. കാരണം പുതിയ ജനറേഷൻ്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഭവനങ്ങൾ കേരളത്തിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ രംഗത്ത് ഇനിയും മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ശുഭപ്രതീക്ഷകളോടെ ഈ രംഗത്തെ തീർച്ചയായിട്ടും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കാം അല്ലേ? തീർച്ചയായിട്ടും. റേറ്റിംഗിൽ തിളങ്ങി നിൽക്കുന്ന അസറ്റ് ഹോംസ് നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു പാട്ട് കൂടി നൽകിയാലും. ഒരു പഴയ പാട്ട് കൂടി നമുക്ക് കേൾക്കാം. നമ്മളുടെ വീടുകൾ എപ്പോഴും സ്വപ്നങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെടട്ടെ എന്ന് ആശീർവദിക്കുന്നൊരു പഴയ ഗാനം. എനിക്ക് തോന്നുന്നു ചുമടുതാങ്ങി എന്ന സിനിമയിലാണെന്ന് തോന്നുന്നു. സ്വപ്നങ്ങൾ അലങ്കരിക്കുന്ന നമ്മുടെ വീട് കണ്ട് ആ ഗാനം കൂടി കേട്ടുകൊണ്ട്. ഇതൊരു വീടെന്ന് പറഞ്ഞൊരു സ്വപ്നമാണ്. വീടൊരു സ്വപ്നമാണ്. ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കപ്പെടട്ടെ. സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീടു കണ്ടു സ്വർഗം നാണിക്കുന്നു എന്നും
സ്വർഗം നാണിക്കുന്നു. സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീടു കണ്ടു സ്വർഗം നാണിക്കുന്നു. എന്നും സ്വർഗം നാണിക്കുന്നു. കൈവല്യം പകരുമേ പൊന്നമ്പലത്തിൻ മുന്നിൽ ദൈവദൂതന്മാർ ശിരസു നമിക്കുന്നു. കൈവല്യം പകരുമേ പൊന്നമ്പലത്തിൻ മുന്നിൽ ദൈവദൂതന്മാർ ശിരസു നമിക്കുന്നു. മണ്ണിനെ പിന്നാക്കുന്ന മധുര സ്നേഹമൂർത്തി, മണ്ണിനെ പിന്നാക്കുന്ന മധുര സ്നേഹമൂർത്തി എന്നുമീ ശ്രീകോവിലിൽ രാജിക്കുന്നു. സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീടു കണ്ടു സ്വർഗം നാണിക്കുന്നു. എന്നും സ്വർഗം നാണിക്കുന്നു. സൗഹൃദം പുഷ്പിച്ചിടും ഉപവന സീമയിൽ സോദര സ്നേഹത്തിൻ ശീതള ഛായയിൽ. സൗഹൃദം പുഷ്പിച്ചിടും ഉപവന സീമയിൽ സോദര സ്നേഹത്തിൻ ശീതള ഛായയിൽ. കാലത്തിൻ കൈകൾക്കു തകർക്കുവാനാകാത്ത, കാലത്തിൻ കൈകൾക്കു തകർക്കുവാനാകാത്ത കാഞ്ചന ക്ഷേത്രമിതൂലസിച്ചിടുന്നു. സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീടു കണ്ടു സ്വർഗം നാണിക്കുന്നു. എന്നും സ്വർഗം നാണിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഗാനം പോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ താങ്കൾ അനുഗ്രഹിച്ചതുപോലെ നല്ലൊരു ഭവനം നമുക്ക് നിർമ്മിക്കുവാനും അത് ഇനിയും നല്ല നല്ല പാർപ്പിട സമുച്ചയങ്ങൾ നിർമ്മിക്കുവാൻ അസറ്റ് ഹോംസിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിജയമുദ്രകളിലെ മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും ഒത്തുചേരാം. അതുവരെ നന്ദി. ഇടപ്പഴിഞ്ഞ രാധാകൃഷ്ണൻ. വിജയമുദ്രകളിൽ ഇതുവരെ വിജയാനുഭവങ്ങൾ പങ്കിട്ടത് അസറ്റ് ഹോംസ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ വി സുനിൽകുമാർ. വിജയമുദ്രകൾ. ബിസിനസ് വ്യവസായ രംഗത്ത് വിജയം കൈവരിച്ച പ്രമുഖർ പങ്കെടുക്കുന്ന പരിപാടി വിജയമുദ്രകൾ. നിർവഹണം സുരേഷ് കുമാർ. നിർവഹണ സഹായം ഷിബിന അൻവർ. ഡോക്ടർ ഗോപിനാഥ് ഡയഗ്നോസ്റ്റിക് സർവീസസ് വിജയമുദ്രകൾ. പരിപാടിയുടെ പ്രായോജകർ ഡോക്ടർ ഗോപിനാഥ് ഡയഗ്നോസ്റ്റിക് സർവീസസ് മെഡിക്കൽ കോളേജ്. എങ്ങോട്ടാ കാലത്തെ തിരക്കിട്ട്? ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യാൻ ഡോക്ടർ ഗോപിനാഥ് ഡയഗ്നോസ്റ്റിക് സർവീസസിലേക്ക്. NABL ISO അംഗീകാരത്തോടെ രോഗനിർണയ രംഗത്ത് അന്തർദേശീയ നിലവാരത്തിൽ ഡോക്ടർ ഗോപിനാഥ് ഡയഗ്നോസ്റ്റിക് സർവീസസ് തിരുവനന്തപുരം. അൾട്രാസൗണ്ട് സ്കാനിംഗിൽ റെഫറൽ സെന്റർ. 10 ലക്ഷത്തിലേറെ സ്കാനിംഗ്. ലബോറട്ടറി പരിശോധനയിൽ 25 വർഷത്തെ പാരമ്പര്യം. ഗുണമേന്മ, സേവന മികവ് എന്നിവ ഞങ്ങളുടെ പ്രത്യേകത. എങ്ങോട്ടാ കാലത്തെ തിരക്കിട്ട്? ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യാൻ ഡോക്ടർ ഗോപിനാഥ് ഡയഗ്നോസ്റ്റിക് സർവീസസിലേക്ക്. NABL ISO അംഗീകാരത്തോടെ രോഗനിർണയ രംഗത്ത് അന്തർദേശീയ നിലവാരത്തിൽ ഡോക്ടർ ഗോപിനാഥ് ഡയഗ്നോസ്റ്റിക് സർവീസസ് തിരുവനന്തപുരം. അൾട്രാസൗണ്ട് സ്കാനിംഗിൽ റെഫറൽ സെന്റർ. 10 ലക്ഷത്തിലേറെ സ്കാനിംഗ്. ലബോറട്ടറി പരിശോധനയിൽ 25 വർഷത്തെ പാരമ്പര്യം. ഗുണമേന്മ, സേവന മികവ് എന്നിവ ഞങ്ങളുടെ പ്രത്യേകത.